ഇത് ഇന്നത്തെ ദിവസം ഇരിക്കട്ടെ, പിന്നെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അച്ചാറാണ്. നാരങ്ങ നല്ലെണ്ണ ഒഴിച്ച് അതിലേട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതേണക്കൊന്ന് വാടിക്കിട്ടണം. കരിഞ്ഞു പോകരുത്, എങ്കിൽ ഇടയ്ക്കൊക്കെ ചെറിയൊരു ഇതായിട്ട് വരും. അന്നേരം നമ്മളത് ഓഫ് ചെയ്തിട്ട് ഒരു തുണിയിൽ നല്ലതുപോലെ തുടച്ചെടുക്കുക. ഈ നാരങ്ങ അച്ചാറിടുന്നതിന് വേറെ വലിയ പ്രോസസ്സൊന്നുമില്ല. തുണി തുടച്ചെടുത്തിട്ട് നമുക്കുള്ള ഇഷ്ടം അനുസരിച്ച് 2 or 3 എത്ര എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് അരിഞ്ഞിട്ട് കാണാം. നല്ലതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കുറച്ച് ഉലുവാപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, കായപ്പൊടി. ഇതിനി കൈ വെച്ച് നല്ലതുപോലെ ഞെരടി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള നീരും കൂടെയൊക്കെ, നീര് കുറേയൊക്കെ അങ്ങ് പൊട്ടിപ്പോകും, എങ്കിലും ഇതിനകത്തുള്ള നീരും എല്ലാം കൂടെ ആയപ്പോൾ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കടുവറുത്തിടുകയോ അടുപ്പ് വെച്ച് ചൂടാക്കുകയോ ഒന്നും വേണ്ട. ഇതൊരു ഭരണിയിലോട്ടാക്കി നമുക്കിത് ഇന്നത്തെ ദിവസം നമ്മൾ വെളിയിൽ വെക്കുക. നാളെ ഇതെടുത്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിരുന്നാൽ മതി. കുറേ നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരു പൂപ്പലോ ഒന്നും സംഭവിക്കത്തില്ല. നല്ല അടിപൊളി ഒരു അച്ചാറാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മുളകൊക്കെ ഇട്ടതിൻ്റെ പച്ചച്ചുവ കാണും, ഒന്നും ഇതിനുണ്ടാവത്തില്ല. നല്ല അച്ചാറാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓണത്തിന് ഇതാവട്ടെ ഒരു അച്ചാറ്. നാരങ്ങയാണ്, ചെറുനാരങ്ങ. ഇങ്ങനെ നിങ്ങളൊന്ന് അച്ചാറിട്ട് നോക്കുക. പിന്നെ എരിവ്, ഉപ്പ് അതെല്ലാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്തോളുക. ഉപ്പൊക്കെ എന്ന് പറയുക, ഉപ്പ് ഒരു ശകലം മുന്തി നിൽക്കണം. കാരണം ഈ നാരങ്ങ അഴുകി വരുമ്പോൾ ഉപ്പ് പിടിക്കുമ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നും. എന്നും പറഞ്ഞാൽ ഭയങ്കര ഉപ്പാവുകയും ചെയ്യരുത്. എരിവും അതനുസരിച്ച് ചേർക്കുക. എല്ലാം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്തോളുക. പിന്നെ ഒരു കുപ്പിയിലോട്ടാക്കിയിടാം. ഇനി ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ടൈറ്റാക്കി വേണം നാരങ്ങ അതിനകത്തിടാൻ. ഈ എയർ ഹോളൊന്നും കാണാതിരിക്കുക. ഇത് ഇന്നത്തെ ദിവസം ഇരിക്കട്ടെ, പിന്നെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം.